പ്രതീക്ഷയോടണങ്ങുന്ന രീതിയിലുള്ള ഒരു വീടായിരുന്നു ഞങ്ങളുടെ സങ്കല്പം. ആ വീട് പൂർത്തിയാകുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. അതുപോലെ തന്നെ ഈ വീട്ടിലെ എല്ലാവർക്കും ചെടികളോട് വളരെയധികം ഇഷ്ടമാണ്. ഈ വീടിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ചെടികളുടെ ഭംഗി ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ ചെടികൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് വളരെയധികം എളുപ്പമാണ്. പൊതുവേ ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് ഈ വീട്ടിൽ അനുഭവപ്പെടാറുള്ളത്. ഈ ചെടികളൊക്കെ കാണുമ്പോൾ നല്ല മനസ്സിനൊരു കുളിർമ ഉണ്ട്. അതുപോലെ തന്നെ വീടിനകത്ത് ചൂട് കുറവാണ്. വിശാലമായി നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ബെഡൊക്കെ കിടന്നുകൊണ്ട് തന്നെ ചെടികളും പൂക്കളും ഒക്കെ കാണാം. അതൊരു വലിയ അനുഭവമാണ്. ഞങ്ങൾക്ക് വീടിനകത്ത് നല്ല സുരക്ഷിതത്വം തോന്നാറുണ്ട്. കാരണം കൽപ്പീത്തിയും ഗ്രില്ലും ഒക്കെ ഉള്ളത് കൊണ്ട് ഒന്നുകൂടെ സുരക്ഷിതത്വം തോന്നുന്നു. പിന്നെ കാറ്റും വെളിച്ചവും മഴയും ഒക്കെ പെയ്യുമ്പം ഞങ്ങളുടെ മനസ്സിന് നല്ല ഉന്മേഷം തോന്നാറുണ്ട്. By very concept of this design, നമ്മൾക്ക് ആ റൂഫ് കുറേയും കൂടി ജെൽ ചെയ്ത് പോകണമെങ്കിൽ അത് മോസ് കളക്ട് ചെയ്ത് ആ ഒരു ഗ്രീൻ ബ്രൗൺ മോസ് കളക്ട് ചെയ്ത് നീച്ചിനോട് കൂടി ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇവിടെ ബാരൽ വോൾട്ട് തന്നെയായിരുന്നു. അപ്പോൾ അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം, മേ ബി ആഫ്റ്റർ 2 years ഓൾസോ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഒത്തിരി അതിൻ്റെ ഒരു ഫുൾ ഫ്ലെജ് ഇതിലേക്ക് വന്നു കഴിഞ്ഞ് മരങ്ങൾ പൊന്തിക്കഴിഞ്ഞ് അതുപോലെ തന്നെ ഈ സ്റ്റോൺ വാളിലേക്ക് ഐവി പടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 years ടൈമിൽ മോസ്റ്റ് പ്രോബ്ലി ബാരൽ വോൾട്ട് അത് മോസ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി ഈ ഒരു വീട് ഇന്ന ഒരു സ്ഥലത്തുണ്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ തന്നെ പറ്റില്ല. അത് ഒത്തിരി ക്യാമഫ്ലാഷ് ചെയ്ത് കാണും. അതുതന്നെയാണ് ഫൈനലി നമ്മൾ ഈ വീടിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ പണിയുന്ന വീട് തിരിച്ച് നമുക്ക് സന്തോഷം തരുമ്പോഴാണ് ആ വീടിന് ജീവൻ ഉണ്ടാവുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. See you all next time. Bye bye.